ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ 2700 സ്ക്വയർ ഫീറ്റിൽ 2 സിറ്റ് ഔട്ടോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഷോവാള ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ക്ലാഡിങ് സ്റ്റോണുകളാണ് കേട്ടോ. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലും ഒരുപാട് ഫില്ലറുകൾ വരുന്നുണ്ട്. അതിലൊക്കെ ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് സ്റ്റോണുകൾ തന്നെയാണ്. ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ബ്ലാക്ക് കളറിൽ വരുന്ന ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിലായാലും ഒരുപാട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഉള്ളിലേക്കാണ്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് റൂമിലേക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫൻ്റെ കളർ തീമിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ സീലിങ്ങിലായാലും അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള മാറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ കഴിഞ്ഞതാ നമ്മൾ നേരെ വരുന്ന അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലായിട്ട് തന്നെയാണ് സ്റ്റെയർ കേസും വരുന്നത്. പിന്നെ ഇവിടെ ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാളാണെങ്കിലും വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഭാഗത്തായിട്ടും വിൻഡോസൊക്കെ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രെയർ റൂമും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയയും കോമൺ ബാത്റൂമും ഒക്കെ വരുന്നത് കേട്ടോ. വാഷ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് കളറിലായിട്ടാണ് അതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാളിലാലും ക്ലാഡിങ് സ്റ്റോണുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ പ്രെയർ റൂമിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഡോറും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഗ്ലാസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്താലും ചെറിയൊരു ഫ്രെയിമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിലായാലും മൊത്തത്തിൽ വാൾപേപ്പർ ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രെയർ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് വുളു എടുക്കാനും ഒക്കെ സൗകര്യത്തിനായിട്ടാണ് കേട്ടോ പ്രെയർ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ്സിലായാലും ഇതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളകളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സീലിങ്ങിലായാലും സ്പോട്ട് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ വുഡൻ ടച്ചിൽ വരുന്ന ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വുഡിൻ്റെ തന്നെ സിമ്പിളായിട്ടുള്ള ബെഡ് കോട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു വുഡൻ കളറും വൈറ്റ് കളറും കോമ്പിനേഷനിൽ വരുന്ന വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. ഇതിൻ്റെ ഡോറും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. ഇവിടെയും വുഡിൽ തന്നെ വരുന്ന 2 സിംഗിൾ ബെഡ് കോട്ടുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ്രോബും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സെക്കൻഡ് സിറ്റ് ഔട്ട് വരുന്നത്. ഇതിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ 2 ഭാഗത്തും റോഡുള്ളതുകൊണ്ട് തന്നെ 2 ഭാഗത്തേക്കായിട്ടും സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റ് ഔട്ടുകൾ തന്നെയാണ്. നമുക്ക് 2 ഭാഗത്തുനിന്ന് നോക്കിയാലും വീട്ടിൽ സിറ്റ് ഔട്ട് ഉള്ള പോലെ അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. ഇവിടെ 2 സ്റ്റെപ്പുകളാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും ഫില്ലറുകൾ കൊടുത്തിട്ട് അതിലും ക്ലാഡിങ് സ്റ്റോണുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കാണ്. ഈ ഒരു സ്റ്റെയർ കേസ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. ഈ ഒരു ഭാഗത്തും ചെറിയ പർഗോളകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ്സിലാണ്. ഹാൻഡിലായാലും വുഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ്.
ഇതിൻ്റെ ഡോറും വുഡിൽ തന്നെ കേട്ടോ ചെയ്തിട്ടില്ല. ഇവിടെ അതാ സിമ്പിളായിട്ടുള്ളൊരു ബെഡ് കോട്ടും അതേപോലെ തന്നെ വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടും വുഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വാളിലായാലും ഇതുപോലെ വാൾപേപ്പർ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടും ഇതുപോലെ ഒരു ഓപ്പൺ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സിറ്റിംഗ് ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്ന അപ്സ്റ്റെയറിലുള്ള സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിലായാലും വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബെഡ് കോട്ടും അതേപോലെ തന്നെ വാർഡ്രോബുമാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോസാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വുഡൻ കളറിൽ വരുന്ന ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും ചെറിയ സിറ്റിംഗ് ഏരിയ പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് പോകുന്ന ഒരു വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കിച്ചണിലേക്ക് തന്നെയാണ് കേട്ടോ. കിച്ചണിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരുപാട് ഗ്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കാണാവുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 പാർട്ടായിട്ടാണ് കേട്ടോ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാസ് അടുപ്പ് കാര്യങ്ങളും മറുഭാഗത്തായിട്ട് അടുപ്പാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ ടേബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു വുഡൻ കളറിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.